എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ തുമ്പനയിൽ കണ്ട പോലെ തന്നെ ഇന്ന് നല്ലൊരു കടലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ചെറിയ ചായക്കടയിലൊക്കെ കിട്ടുന്ന കടലക്കറിയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. അത് വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കടലക്കറിയാണ് കേട്ടോ. രാവിലെ നേരം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. കടല വേവുന്ന ആ ഒരു സമയം മാത്രം മതി കേട്ടോ. പിന്നെ നമുക്ക് എന്താ പറയുക, ഒരുപാട് നേരം ഇത് കുക്ക് ചെയ്യുക, വഴറ്റുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ്. അതും തനി നാടൻ സ്റ്റൈലിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് ചെയ്യാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കടല വെള്ളത്തിലിട്ടത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആകെപ്പാടെ ഇതിൽ കടല വേവുന്ന ഒരു സമയം മാത്രം മതിയാവും. പിന്നെ ബാക്കിയെല്ലാം നമുക്ക് പടപടേന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നാടൻ സ്റ്റൈലിലുള്ള കടലക്കറി ഇത് ചപ്പാത്തി, പൂരി, ഇഡ്ഡലി, ദോശ അതുപോലെ ചോറിനും കഴിക്കാൻ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ അത് കഴുകി ഞാനവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് 2 വലിയുള്ളി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 1 കപ്പ് കടലയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 വലിയുള്ളി ഇതുപോലെ നല്ലപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കഴുകിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്യുന്നത് നമുക്കിപ്പോൾ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഞാൻ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ കടല എടുക്കുന്നതിനനുസരിച്ച് വലിയുള്ളിയുടെ അളവ് നമുക്ക് കൂട്ടിയെടുക്കാം കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കടലക്കറി റെഡിയാക്കി എടുക്കാം. രാവിലെ എത്ര വലിയ തിരക്കാണെങ്കിലും കടലക്കറി വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചാൽ മതി കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ വേഗം തന്നെ നമ്മുടെ കടലക്കറി ഒന്ന് വേവിക്കാനിട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വലിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയുള്ളി ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് പിന്നെ ഇതൊന്ന് മുങ്ങാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കടലിലേക്ക് മേലേക്ക് നിൽക്കുന്ന രീതിക്ക് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം കൂടെ ചേർത്ത് അടച്ച് വെച്ചിട്ട് ഒരു 6-7 വിസിൽ അടുപ്പിച്ചെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ 1 വിസിൽ അടിച്ചിട്ട് നമ്മളിത് തിരി താത്തി വെച്ചിട്ട് നമ്മുടെ ഫ്ലെയിം താത്തി വെച്ചിട്ട് 5 മിനിറ്റ് വേവിച്ചാലും നല്ലപോലെ തന്നെ നമ്മുടെ കടല വെന്ത് വരും. അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതോടെ റെഡിയായി വരുന്ന നേരം നമുക്ക് പുട്ടാണല്ലോ നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാൻ ചോളപ്പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ഇതുപോലെ പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് തന്നെ നമ്മൾ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പുട്ടുപൊടി നനയ്ക്കുമ്പോൾ പ്രത്യേക അളവ് പറയാനൊന്നുമില്ല കേട്ടോ. ഓരോരോ പുട്ടുപൊടിക്കും അതിൻ്റേതായ വെള്ളത്തിൻ്റെ ആവശ്യം വരും. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം എടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും. അത് നല്ലപോലെ നനവാകുന്നത് വരെ ഞാൻ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കും. ഒഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ ഒരു പരുവമൊക്കെ കേട്ടോ. അപ്പോൾ ഇതുപോലെ ആകുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്താൽ മതി. അല്ലാണ്ട് നമ്മൾ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ പൊടിയുടെ ആ ഒരു ഇതുകൊണ്ട് ഇതിനൊരു വ്യത്യാസം വരും. അപ്പോൾ അതങ്ങനെ റെഡിയാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ കടലക്കറിക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം കേട്ടോ. ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. കടല എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി മാറ്റിയെടുക്കാം കേട്ടോ. പിന്നെ ഒരു 1 സ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഒരു 4 സ്പൂണ്, കുഞ്ഞ് സ്പൂണായ കാരണം കേട്ടോ ഞാനൊരു 4 സ്പൂണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി ശരിക്കും പറയുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇത് നല്ലപോലെ തന്നെ ഒന്ന് അരച്ച് വരിക. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കടല വെന്തിട്ട് പ്രഷറൊക്കെ പോയിട്ട് ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ 1 വിസിൽ അടിച്ചതിന് ശേഷം പിന്നെ തിരി താത്തി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ അങ്ങനെ വേവിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെയ്താലും നല്ലപോലെ വെന്ത് വരും കേട്ടോ നമ്മുടെ കടല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5-6 വിസിലടിച്ചാലും നമുക്ക് കടല വെന്ത് വരും. അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഫ്ലെയിം ഒന്ന് കത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുള്ള നമ്മുടെ കൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ വേണ്ട മസാലപ്പൊടികളെല്ലാം നമ്മൾ ചേർത്തിട്ടാണ് നമ്മൾ അരച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ചാറിൻ്റെ അളവ് അത് നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറ് ഒന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയിട്ട്
അതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ എരിവ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ പച്ചയായിട്ട് അരച്ച കാരണം കൊണ്ട് തന്നെ ഇത് എരിവ് ചേർക്കുമ്പോൾ പച്ചക്കുത്തടിക്കും അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. വേണമെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റ് അങ്ങനെ തിളയ്ക്കാൻ വിടുക. അത് നല്ല പോലെ തന്നെ ഒന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ പുട്ടിനുള്ള കാര്യങ്ങളൊന്ന് റെഡിയാക്കി എടുക്കാൻ പറഞ്ഞിട്ടാണ്. നമ്മുടെ കടലക്കറിയുടെ അരപ്പും കൂട്ടുമൊക്കെ റെഡിയാകുന്ന നേരം കൊണ്ട് തന്നെ നമ്മുടെ പുട്ടിൻ്റെ മാവ് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി വെള്ളം തിളയ്ക്കുന്ന നേരം കുറച്ചുകൂടി ഉണ്ടാവുമല്ലോ, ആ നേരം കൊണ്ട് അത് കറക്റ്റായിട്ട് തന്നെ വെന്ത് വരും. അപ്പോൾ നമ്മുടെ കടല ഒന്ന് തിളച്ചിട്ടുണ്ട്. ഞാനപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു കടലക്കറി വേറെ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. രാവിലെ എത്ര വലിയ തിരക്കാണെങ്കിലും ഈ ഒരൊറ്റ കടലക്കറി ഉണ്ടാക്കാൻ അധിക നേരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കടല തലേ ദിവസം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് കുക്കറിൽ ചേർത്ത് അത് വിസിലടിക്കുന്ന നേരം കൊണ്ട് തന്നെ അരപ്പ് ചേർത്ത് വേഗം തന്നെ അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ പുട്ട് റെഡിയായിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ചോളപ്പുട്ട് നമ്മുടെ ഈ കടലക്കറിയോട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ നല്ലപോലെ തിളച്ച് വന്നതിലേക്ക് ഞാൻ ഒരു 3/4 സ്പൂണ് നമ്മുടെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗരം മസാല കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ വെള്ളം നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഇരിക്കുമ്പോൾ ഇതൊന്ന് കുറുകാൻ കൂടെ സാധ്യതയുണ്ട്. ഇപ്പം നമ്മുടെ കടലക്കറി എന്താ പറയുക മസാലയൊക്കെ ചേർത്ത് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അധികം മസാലയൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു കടലക്കറിയാണ്. അതുമാത്രമല്ല ജോലിക്ക് പോകുന്നവർക്കും രാവിലെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുന്ന നേരത്ത് പെട്ടെന്നൊരു കടലക്കറി വേണം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറി തന്നെയാണ് കേട്ടോ. അരപ്പ് അരച്ച് ചേർക്കേണ്ട ഒരു ടൈം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ കടല വേവിക്കേണ്ട ടൈം, അത് രണ്ടും പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുമല്ലോ. ഈ സമയം കൊണ്ട് നമ്മുടെ പുട്ടൊക്കെ ഒന്ന് നമ്മൾ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിയെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ പുട്ടൊക്കെ ഒന്ന് വേഗം തന്നെ ഒന്ന് റെഡിയാക്കി എടുത്ത് അതെല്ലാം ഒന്ന് കാസറോളിലാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പുട്ടിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കൊന്ന് വറവ് ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മുടെ കടുക് വറുത്ത് ചേർക്കാനുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ വേണം കേട്ടോ ഇതൊന്ന് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്ത് അത് നല്ലപോലെ തന്നെ പൊട്ടി വന്നതിന് ശേഷം ഒരു 4-5 അല്ലി വെളുത്തുള്ളി കേട്ടോ അതൊന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുക. അത് നല്ലപോലെ തന്നെ എണ്ണയിൽ കിടന്ന് മൂത്തതിന് ശേഷം നമുക്കത് നമ്മുടെ കടലക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. കടല എന്ന് പറയുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഈ വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ വളരെ നന്നായിരിക്കും കേട്ടോ. അല്ലാണ്ട് നമ്മൾ വെളുത്തുള്ളി ഡയറക്റ്റായി ചേർക്കുന്നതിനെക്കാട്ടിലും എണ്ണയിൽ ഇതുപോലെ ഒന്ന് മൂപ്പിച്ച് ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ നല്ല നാടൻ സ്റ്റൈലിൽ അത് ചായക്കട സ്റ്റൈലിലെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുട്ടൊന്ന് നമ്മുടെ പാത്രത്തിലേക്ക് ഒന്ന് കുത്തി കൊടുക്കുകയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മഴ ഇങ്ങനെ വന്നു പോകുന്നത് കൊണ്ട് തന്നെ നല്ല ചൂടായിട്ടുള്ള പുട്ടും പിന്നെ അതുപോലെ തന്നെ നല്ല നാടൻ സ്റ്റൈലിലുള്ള ഒരു കടലക്കറിയും പിന്നെ അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും പിന്നെ ഒരു ചെറിയൊരു പപ്പടവും എല്ലാം കൂടെ കഴിക്കാൻ തന്നെ വളരെ പഴമയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ് അല്ലേ നമ്മുടെ പുട്ടും കടലയും. അങ്ങനെ നമ്മുടെ പുട്ടും കടലയും റെഡി ആയിട്ടുണ്ട്. നമ്മളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ മഴയത്ത് ഇങ്ങനെ പുറത്തിരുന്ന് ഇതൊക്കെ കൂടെ കഴിക്കുമ്പോഴുള്ള ആ ഒരു സുഖം ഭയങ്കരമാണ് അല്ലേ. അങ്ങനെ നമ്മുടെ പുട്ടിൻ്റെ എല്ലാ ഐറ്റംസും നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ചായ നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ. ബാക്കി എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള പുട്ടും കടല എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.